ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് ഒരു റിജിഡ് ബോഡി ഒരു ഫിക്സഡ് ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുന്ന കേസാണ് കൺസിഡർ ചെയ്യുക. ഈ റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ. P1, P2, P3, P4, P5 അങ്ങനെ അനേകം പാർട്ടിക്കിൾസ് ഉള്ളൊരു സിസ്റ്റമായിട്ട് നമുക്ക് റിജിഡ് ബോഡിയെ കരുതാം. ആൻഡ് ദിസ് റിജിഡ് ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ഫിക്സഡ് ആക്സിസ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലർ സ്പീഡ്. അപ്പം അങ്ങനെ ഈ റിജിഡ് ബോഡി ഈ ആക്സിസിനെ ആസ്പദമാക്കി കോൺസ്റ്റൻ്റ് ആയ ആംഗുലർ സ്പീഡോടുകൂടി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഓരോ പാർട്ടിക്കിളും എന്ത് ചെയ്യാന്ന് നോക്കിയേ, ഈ റിജിഡ് ബോഡിയിലുള്ള ഓരോ പാർട്ടിക്കിളും ഈ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡോടുകൂടി ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുകയാണ്. ഇപ്പോൾ P1 എന്ന പാർട്ടിക്കിള് ഈ ആക്സിസിൽ നിന്ന് P1ലേക്കുള്ള ഡിസ്റ്റൻസ് R1 ആണ്. R1 റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു ആംഗുലർ സ്പീഡോടുകൂടി റിവോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ P2 എന്ന പാർട്ടിക്കിൾ R2 റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിൽ കോൺസ്റ്റൻ്റ് ആംഗുലർ സ്പീഡോടുകൂടി റിവോൾവ് ചെയ്യുന്നു. ആംഗുലർ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു ഗിവൺ ടൈമിൽ കവർ ചെയ്യുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. അതായത് ഇതിൻ്റെ ഈ റേഡിയസ് വെക്ടർ കവർ ചെയ്യുന്ന ആംഗിൾ അതാണ് സെയിം ആയിട്ടുള്ളത്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ആംഗുലർ സ്പീഡോട് കൂടിയാണ് ഓരോ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നത്. പക്ഷേ ഈ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ലീനിയർ സ്പീഡ് എന്ന് പറയുന്നത്, അതായത് ഒരു സെക്കൻഡിൽ പാർട്ടിക്കിൾ കവർ ചെയ്യുന്ന ലീനിയർ ഡിസ്റ്റൻസ്, അത് ഓരോ പാർട്ടിക്കിളിനും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ആ പാർട്ടിക്കിൾ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ സർക്കുലർ മോഷൻ എന്നുള്ള ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റിൻ്റെ ലീനിയർ സ്പീഡും ആംഗുലർ സ്പീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് V=R ω എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ R എന്ന് പറയുന്നത് അത് കറങ്ങുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ്. ഒമേഗ ആംഗുലർ സ്പീഡും ആണെങ്കിൽ R × ഒമേഗയാണ് ഓരോ ഒബ്ജക്റ്റിൻ്റെയും ലീനിയർ സ്പീഡ് കാണുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ ആറിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾസിൻ്റെ ലീനിയർ വെലോസിറ്റിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ P1 എന്ന പാർട്ടിക്കിളിൻ്റെ നമുക്ക് V1 = R1 ഒമേഗ എന്ന് എഴുതാം. P2 എന്ന പാർട്ടിക്കിളിൻ്റെ ലീനിയർ സ്പീഡ് V2 = R2 × ഒമേഗ എന്ന് എഴുതാം. അടുത്ത പാർട്ടിക്കിൾ P3യുടെ കേസിൽ P3 ആക്സിസിൽ തന്നെയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് 0 ആയതുകൊണ്ട് അതിൻ്റെ ലീനിയർ വെലോസിറ്റിയും 0 ആണ്. അത് ഇവിടെ ഇരുന്ന് തന്നെ ഈ ഇരിക്കുന്ന പോയിന്റിൽ ഇരുന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഓരോ പാർട്ടിക്കിളിൻ്റെയും ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അത് ഈ ഒരു റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഇപ്പോൾ റിജിഡ് ബോഡിയിൽ അനേകം പാർട്ടിക്കിൾസ് അവ ഓരോന്നും കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഈ ആക്സിസിനെ ആസ്പദമാക്കി കറങ്ങുന്നു. പക്ഷെ അവയുടെ ലീനിയർ വെലോസിറ്റി ഡിഫറെൻ്റ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായാലേ നമുക്ക് അടുത്ത ടോപ്പിക്സിലേക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു റിജിഡ് ബോഡി ഒരു കോൺസ്റ്റൻ്റായ ഫിക്സഡായ ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാനായിട്ട് പോവുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സെയിം റിജിഡ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലർ സ്പീഡ് അബൌട്ട് ദിസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു ഇതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസും ആ ഒരു കോൺസ്റ്റൻറ്റ് ആംഗുലർ സ്പീഡോടുകൂടി അവയ്ക്ക് ഈ ഫിക്സഡ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുകയാണ്. അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അവയുടെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്കിളിനും ഡിഫറെൻ്റ് ആണ്. ലീനിയർ വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ് V=R ഒമേഗ. ഇപ്പോൾ നമ്മൾ ഒരു ith പാർട്ടിക്കിൾ, ഇവിടെ I എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് ഏത് പാർട്ടിക്കിളും ആകാം, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഒക്കെ ആകാം. അപ്പോൾ ith പാർട്ടിക്കിളിൻ്റെ ലീനിയർ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എന്താണ്? VI = RI × ഒമേഗ. ഒമേഗ എല്ലാവർക്കും സെയിം ആണ്. RIയും VIയും ഡിഫറെൻ്റ് ആണ്. RI മാറുന്നതനുസരിച്ച് VIയുടെ വാല്യൂ മാറും. ഇതാണ് ഈ ഒരു ലീനിയർ വെലോസിറ്റിയോടെയാണ് ഓരോ പാർട്ടിക്കിളും റിവോൾവ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ
വി വെലോസിറ്റിയോടെ ഇത് റിവോൾവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ മാസ് നമുക്ക് എം എന്ന് വിചാരിക്കാം. എം മാസ്സുള്ള പാർട്ടിക്കിൾ വി വെലോസിറ്റിയോടെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് സിംഗിൾ പാർട്ടിക്കിൾ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ഹാഫ് എം വി ഐ സ്ക്വയർ. ഇവിടെ വി ഐക്ക് പകരം നമുക്ക് ആർ ഐ ഒമേഗ എന്ന് കൊടുക്കാം. സോ ഇറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു ആർ ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇത് നമുക്ക് ഹാഫ് എം ആർ ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനായി. ഈ റിജിഡ് ബോഡിക്കകത്ത് ഇതുപോലെ അനേകം പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ റിജിഡ് ബോഡിയുടെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്കിളിൻ്റെയും കൈനറ്റിക് എനർജികളുടെ സമ്മിന് തുല്യമായിരിക്കും. അപ്പം അങ്ങനെ ടോട്ടൽ കൈനറ്റിക് എനർജി കാണാനായിട്ട് നമുക്ക് ഓരോ പാർട്ടിക്കിൾസിൻ്റെയും കൈനറ്റിക് എനർജി എടുത്തിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു സിഗ്മ എന്ന സിമ്പൽ ഇട്ട് കൊടുക്കാം. സോ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ റിജിഡ് ബോഡി ഈസ് ഈക്വൽ ടു സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ സം ടു എൻ ടേംസ് എന്നുള്ള അർത്ഥത്തിലാണ്. സിഗ്മ ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഹാഫ് എം ഐ ആർ ഐ ഒമേഗ സ്ക്വയർ. ഇതിൽ ഒമേഗ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഹാഫും കോൺസ്റ്റൻ്റ് ആണ്, അത് രണ്ടും പുറത്തേക്ക് എടുക്കാം. ദെൻ വിൽ ഗെറ്റ് ഹാഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ. ഇവിടെ ഐ ക്യാൻ ടേക്ക് വാല്യൂസ് 1, 2, 3 എക്സെട്ര അപ് ടു എൻ. അപ്പോൾ സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ പ്ലസ് M3 R3 സ്ക്വയർ പ്ലസ് എക്സെട്ര Mn Rn സ്ക്വയർ ആണ്. അപ്പോൾ M1 R1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ M1 ആ പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു R1 എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അപ്പോൾ മാസിനെ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരുന്നു? എം ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ ആണ്. അപ്പോൾ M1 R1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. M2 R2 സ്ക്വയർ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. M3 R3 സ്ക്വയർ തേർഡ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. അപ്പോൾ M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ പ്ലസ് എക്സെട്ര Mn Rn സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ എന്നുള്ളത് ഈ റിജിഡ് ബോഡിയിലുള്ള എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യകളുടെ സമ്മാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിജിഡ് ബോഡി എബൌട്ട് ദിസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇപ്പോൾ സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ എന്നുള്ളതിന് പകരം നമുക്ക് ക്യാപിറ്റൽ ഐ എന്നെഴുതാം. ക്യാപിറ്റൽ ഐ ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിജിഡ് ബോഡി about this axis of rotation. So the equation for kinetic energy can be written as kinetic energy is equal to half I omega square. ഇപ്പോൾ ഒമേഗ ആംഗുലർ സ്പീഡോട് കൂടി റൊട്ടേറ്റ് ചെയ്യുന്ന ഐ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വാല്യൂ ഉള്ള ഒരു റിജിഡ് ബോഡിയുടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ എന്നാണ്. ഇവിടെ ഐ എന്ന് പറയുന്ന റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും ഒമേഗ എന്നുള്ളത് അതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആംഗുലർ സ്പീഡും ആണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീടും ആവശ്യമുണ്ട് ഈ ഡെറിവേഷനും പഠിക്കണം. അപ്പോൾ ഇത് ഈ രീതിയിൽ സ്റ്റെപ്പുകൾ എഴുതി ചെയ്യാനായിട്ട് പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഒരു റിജിഡ് ബോഡി അതിന് ഒരു ഫിക്സഡ് ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗുലർ മൊമെൻ്റത്തിനുള്ള ഇക്വേഷൻ എന്താണ്? ഈ ആംഗുലർ മൊമെൻ്റത്തിനുള്ള ഇക്വേഷന് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ടേംസിലാണ് ഡിറൈവ് ചെയ്യാനായിട്ട് പോവുക. ഇവിടെ നമുക്കറിയാം ഈ റിജിഡ് ബോഡിയിൽ അനേകം പാർട്ടിക്കിൾസ് ഉണ്ട്. ഓരോ പാർട്ടിക്കിളും ഈ ഫിക്സഡ് ആക്സിസിലെ ഒരു പോയിന്റ് സെൻറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ പാർട്ടിക്കിളും റിവോൾവ് ചെയ്യുമ്പോൾ അവയുടെ ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ ലീനിയർ വെലോസിറ്റി ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. ഈ ലീനിയർ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എന്താ? വി ഈക്വൽ ടു ആർ ഐ ഒമേഗ. വി ഐ ഈക്വൽ ടു ആർ ഐ ഒമേഗ ith പാർട്ടിക്കിളിൻ്റെ ലീനിയർ സ്പീഡിനുള്ള ഇക്വേഷനാണ്. ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ലീനിയർ മൊമെൻറ്റം എന്താണെന്ന് നോക്കാം. ലീനിയർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? ലീനിയർ മൊമെൻറ്റം ഈസ് പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി.
എം ഇൻറ്റു വി. ഇവിടെ ഈ വിക്ക് പകരം നമുക്ക് ആർ ഐ ഒമേഗ എന്ന് കൊടുത്താൽ വിൽ ഗെറ്റ് ദ ലീനിയർ മൊമെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആസ് പി ഈസ് ഈക്വൽ ടു എം ആർ ഒമേഗ. ഇനി ഈ പാർട്ടിക്കിളിൻ്റെ തന്നെ ആംഗുലർ മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കും? അബൌട്ട് ദിസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമ്മൾ പഠിച്ചു. ആംഗുലർ മൊമെൻറ്റം ഈസ് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ഒരു ആംഗുലർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷനാണ് എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. ഇപ്പം ഇവിടെ ആർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുക. അവിടെ നിന്നുള്ള ഈ വെക്റ്റർ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ ആയിട്ട് വരുന്ന ആ ഒരു ടേം, അതാണ് ആറ് ക്രോസ് പി. പി എന്ന് പറയുന്ന ലീനിയർ മൊമെൻറ്റം. ഇനി പിക്ക് പകരം നമുക്ക് ഇവിടുന്ന് എം ആർ ഒമേഗ എന്ന് കൊടുക്കാം. സോ ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ അബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പിക്ക് പകരം എം ആർ ഒമേഗ ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ എന്ന് കിട്ടും. ഇതാണ് ഒരു ഒറ്റ പാർട്ടിക്കിളിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിൻ്റെ ith പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിനുള്ള ഇക്വേഷൻ. ഇതുപോലെ ഇതിനകത്തുള്ള ഓരോ പാർട്ടിക്കിളും ഒരു ആംഗുലർ മൊമെൻറ്റം ഉണ്ട്. ഈ ആംഗുലർ മൊമെൻറ്റം എല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് റിജിഡ് ബോഡിയുടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഈസ് ടേക്കൺ ആസ് ദ സം ഓഫ് angular momentum of all the individual particles of the rigid body, and that can be written as L equal to sigma mi ri square omega. സിഗ്മ എന്ന് പറഞ്ഞാൽ സം ചെയ്യുക എന്നാണ്. ഇതിനകത്ത് n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂസ് എല്ലാം കൂടി എടുത്ത് ആഡ് ചെയ്യണം. അതാണ് സിഗ്മ കൊണ്ട് മീൻ ചെയ്യുക. അപ്പോൾ സിഗ്മ mi ri സ്ക്വയർ ഒമേഗ. ഇവിടെ ഒമേഗ നമ്മൾ കണ്ടു, ഈ റിജിഡ് ബോഡിയിലുള്ള എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും ഒമേഗ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ഒമേഗ നമുക്ക് പുറത്തെടുക്കാം. ഇൻറ്റു സിഗ്മ mi ri സ്ക്വയർ എന്നെഴുതാം. സിഗ്മ mi ri സ്ക്വയർ എന്ന് പറഞ്ഞാൽ m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് m3 r3 സ്ക്വയർ അങ്ങനെയാണ്. അപ്പോൾ ഈ m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് എക്സെട്ര mi ri സ്ക്വയർ എന്നുള്ളത്, അല്ലെങ്കിൽ സിഗ്മ mi ri സ്ക്വയർ എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിലെ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യകളുടെ സമ്മാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിജിഡ് ബോഡി. സോ വി ഗെറ്റ് എൽ ഈക്വൽ ടു ഐ ഒമേഗ. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് ബോഡി. എൽ ഈക്വൽ ടു ഐ ഒമേഗ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാലും ചെയ്യാനായിട്ട് പഠിക്കണം. ഈ സ്റ്റെപ്പുകൾ എഴുതി ഫിഗറൊക്കെ വരച്ച് ഈക്വേഷൻ ഡിറൈവ് ചെയ്യുക. അതുപോലെ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാണ്ടും പഠിക്കുക. എൽ ഈക്വൽ ടു ഐ ഒമേഗ. ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ലീനിയർ മോഷനിൽ അല്ലെ ട്രാൻസ്ലേഷൻ മോഷനിൽ ആംഗുലർ മൊമെൻറ്റത്തിന് പകരം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ലീനിയർ മൊമെൻറ്റമാണ്. ലീനിയർ മൊമെൻറ്റത്തിനുള്ള ഇക്വേഷൻ എന്താ? പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എന്നാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ ലീനിയർ മൊമെൻറ്റത്തിന് പകരം എടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് ആംഗുലർ മൊമെൻറ്റം എൽ. അതുപോലെ എം മാസ്സാണ്. മാസിന് പകരമായിട്ട്, മാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മെഷർ ഓഫ് ഇനർഷ്യയാണ്. അതുപോലെ റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനർഷ്യ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ. ഇപ്പോൾ എമ്മിന് പകരം ഐ എടുത്താൽ, അതുപോലെ വിക്ക് പകരം ഒമേഗ എടുത്താൽ, വി എന്ന് പറയുന്ന ലീനിയർ സ്പീഡാണ്, അതിന് പകരം ആംഗുലർ സ്പീഡ് എടുക്കുക റൊട്ടേഷൻ മോഷനിലേക്ക് വരും. അപ്പോൾ എമ്മിന് പകരം ഐയും വിക്ക് പകരം ഒമേഗ എടുത്താൽ ഐ ഒമേഗ എന്ന് കിട്ടും അല്ലേ. ഇപ്പോൾ പി ഈക്വൽ ടു എം വി എന്നുള്ള ഇക്വേഷനോട് സിമിലർ ആയിട്ട്, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എൽ ഈക്വൽ ടു ഐ ഒമേഗ എന്നൊരു റിലേഷൻഷിപ്പ് കിട്ടും. ആംഗുലർ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ഒമേഗ. ഇതാണ് നമ്മളിവിടെ കണ്ടത്. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും തമ്മിലുള്ള റിലേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അടുത്തതായിട്ട് നമ്മൾ ടോർക്കും ആംഗുലർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ടേംസിൽ ടോർക്കിനുള്ള ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ലീനിയർ മോഷനിൽ നിങ്ങൾ വർക്കിനുള്ള ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു ഫോഴ്സ് ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എസ് ആണെങ്കിൽ, ആ ഡി എസ്
ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്ന വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? W is equal to F dot S. ഇപ്പൊ ഡി എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് എന്നുള്ളത് DW equal to F dot DS എന്നൊക്കെ നമ്മൾ എഴുതും. അതുപോലെ തന്നെ റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഡി തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ അതിൽ ഫോഴ്സിന് പകരം നമ്മൾ ടോർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫോഴ്സിന് ഇക്വലൻ്റ് ആയ റൊട്ടേഷണൽ ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. അപ്പോൾ ടോ എന്നൊരു ടോർക്ക് ഒരു പാർട്ടിക്കിളിൽ ഡി തീറ്റ എന്നൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനു വേണ്ടി ടോർക്ക് ആ ഒബ്ജക്റ്റിൽ ചെയ്യുന്ന വർക്കിനുള്ള ഇക്വേഷൻ നമുക്ക് DW equal to ടോ ഡി തീറ്റ എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ DW equal to F dot DS എന്നുള്ള ഇക്വേഷനോട് സിമിലർ ആയിട്ട് റൊട്ടേഷൻ മോഷനിലേക്ക് എഴുതുമ്പോഴാണ് നമുക്ക് വർക്കിനുള്ള ഇക്വേഷൻ ഇങ്ങനെ കിട്ടുക. ഇവിടെ നമ്മൾ എഫിന് പകരം ടോയും DS-ന് പകരം, അതായത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന് പകരം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും എടുത്തു എന്നുള്ളൂ. ഇതാണ് ഒരു ഒബ്ജക്റ്റില് റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് ഒബ്ജക്റ്റിന്മേൽ ചെയ്യേണ്ട വർക്കിനുള്ള ഇക്വേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു പവർ എന്ന് പറയുന്നത്, പവർ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം ആണ്. അപ്പോൾ പവറിനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതും? P is equal to dW by dt, വർക്ക് ഡൺ ബൈ ടൈം. അപ്പോൾ ഇവിടെ വർക്കിന് പകരം ടോ ഡി തീറ്റ എന്ന് എഴുതിയാൽ വി ക്യാൻ റൈറ്റ് പവർ ഈസ് ഈക്വൽ ടു ടോ ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി ടി മീൻസ് angular displacement in unit time, that is angular velocity or angular speed. So the equation for power can be written as P is equal to tau into omega. ഇതാണ് റൊട്ടേഷണൽ മോഷനിൽ പവറിനുള്ള ഇക്വേഷൻ. ലീനിയർ മോഷനിൽ പവറിൻ്റെ ഇക്വേഷൻ പവർ ഈസ് W by T, വർക്ക് ഡൺ ബൈ ടൈം എന്നാണ്. അത് നമ്മൾ വർക്കിന് പകരം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് എഴുതി F dot DS by DT എന്ന് എഴുതിയാൽ DS by DTക്ക് പകരം V കൊടുക്കുമ്പോൾ F into V എന്നൊരു ഇക്വേഷൻ ഉണ്ട് പവറിന്. ഇത് വർക്ക് എനർജിയുടെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അതിനോട് സിമിലർ ആണ് ഇവിടെ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ. ഫോഴ്സിന് പകരം റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ ടോർക്ക് എടുത്തു, വെലോസിറ്റിക്ക് പകരം ആംഗുലർ വെലോസിറ്റി എടുത്തു. ഇതാണ് പവറിനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇതും ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ആവശ്യം വരും ഇക്വേഷൻസൊക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ പവറിനുള്ള ഇക്വേഷനോടെ ഒന്ന് പഠിക്കണം. അതുകൂടാതെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോർക്കും ആംഗുലർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാണ്. അതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഇതൊന്നും ഓർക്കുക. അപ്പോൾ പവറിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ ചെയ്തത്. ഇത് ഒരു ഇക്വേഷൻ, പവറിനുള്ള ഇക്വേഷൻ വർക്ക് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ രീതിയിൽ ചെയ്തതാണ്. ഇതുപോലെ തന്നെ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എന്നുകൂടി ഒരു ഡെഫിനേഷൻ ഉണ്ട്. പവർ ഈസ് ഈക്വൽ ടു ദ റേറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻക്രീസസ്. ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജിയുടെ അളവിലുണ്ടാകുന്ന ചേഞ്ച്, യൂണിറ്റ് ടൈമിലുണ്ടാകുന്ന ചേഞ്ചിന് ഈക്വലാണ് ആ ഒബ്ജക്റ്റിൻ്റെ ആക്ട് ചെയ്യുന്ന പവർ. അപ്പോൾ ആ രീതിയിലും നമുക്കിവിടെ പവറിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ ½ I⍵² എന്നാണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജിയുടെ വാല്യൂവിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതാണ് പവർ എന്ന് പറഞ്ഞത്. P is equal to d by dt എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു d by dt ഓഫ് ഇക്ക് പകരം എന്ത് എഴുതണം? ½I⍵². ഇപ്പോൾ ഈ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരു പുതിയ ഇതാണ്. മാത്സിൽ നിങ്ങൾ പയ്യെ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ അതെങ്ങനെ ഇവിടെ എടുക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ d by dt ഓഫ് ½ I⍵² എന്ന ഡെറിവേറ്റീവ് ഓഫ് ½ I⍵² അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ് എല്ലാം പുറത്തെടുക്കും. ഇപ്പോൾ ഇവിടെ ടൈം മാറുന്നതനുസരിച്ച് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒമേഗ മാത്രമാണ്. I എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹാഫും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ½ I കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പുറത്തെടുക്കും. ഇനി ω² ഡെറിവേറ്റീവ് എടുക്കണം. ഈ ω² ഡെറിവേറ്റീവ് ഇപ്പം നിങ്ങൾ തൽക്കാലം ഇങ്ങനെ കാണാണ്ടൊന്ന് പഠിക്കുക. 2ω dω by dt എന്നത്.
ഒമേഗ സ്ക്വയർ എന്നുള്ളത് ഇതൊരു പവറാണ്. അതിൻ്റെ പവറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പവർ ഇൻറ്റു ആ ടേം ഒമേഗ റൈസ് ടു 2 - 1 എന്നെടുക്കണമായിരുന്നു. പവർ -1 2 - 1 1 ആയതുകൊണ്ട് ആണ് ഈ 1 നമ്മളിവിടെ പ്രത്യേകം എഴുതാത്തത്. ഇപ്പോൾ 2 ഒമേഗ എന്നുള്ളതാണ് ഒമേഗ സ്ക്വയറിൻ്റെ ഈ പവറിൻ്റെ ഡെറിവേറ്റീവ്. ഇനി ഒമേഗയുടെ ഡെറിവേറ്റീവ് ഡി ഒമേഗ ബൈ ഡി ടി എന്നുകൂടി എഴുതണം. അപ്പോൾ ഇതാണ് ഡി ബൈ ഡി ടിക്കുള്ള ഇക്വേഷൻ. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി ഓർ rate of change of kinetic energy gives power. So the equation for power can be written as half I into 2 omega d omega by dt. ഈ ഹാഫ് ഈ 2 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. സോ വിൽ ഗെറ്റ് ഡി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഇവിടെ ബാക്കിയുള്ളത് ഐ ഒമേഗ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി. ഇവിടെ ഒരു ഒമേഗ കൂടി ഉണ്ട് കേട്ടോ. ഐ ഒമേഗ ഡി ഒമേഗ ബൈ ഡി ടി എന്നാണ് വരുന്നത്. ഇവിടെ നമുക്കിനി ഐ ഒമേഗ ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് ആംഗുലർ ആക്സിലറേഷൻ. പിന്നെ ഡി ഒമേഗ ബൈ ഡി ടി എന്നുള്ളതിന് പകരം നമുക്ക് ആൽഫ എന്ന് എഴുതാം. പൈ ഒമേഗ ഇൻറ്റു ആൽഫ എന്ന് വരും, അല്ലെങ്കിൽ ഐ ആൽഫ ഇൻറ്റു ഒമേഗ. അപ്പോൾ ഇതാണ് പവറിനുള്ള രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് നമ്മൾ എടുത്തത് പവർ ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പവറിനുള്ള 2 ഇക്വേഷൻസ് കിട്ടി. ഒന്ന് പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം വെച്ച് ചെയ്തു, പവറിനുള്ള ഇക്വേഷൻ ടോ ഒമേഗ എന്ന് കിട്ടി. അടുത്തത് പവർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എന്ന് എടുത്ത് ചെയ്തു. അപ്പോൾ നമുക്ക് ഐ ആൽഫ ഇൻറ്റു ഒമേഗ എന്ന് കിട്ടി. ഇത് രണ്ടും പവറിനുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷൻസിൻ്റെയും റൈറ്റ് സൈഡുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ടോ ഒമേഗ ഇസ് ഈക്വൽ ടു ഐ ആൽഫ ഇൻറ്റു ഒമേഗ. ഇവിടെ ഒമേഗ ക്യാൻസൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഇതാണ് ടോർക്കും ആംഗുലർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ടോർക്കിന് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ടേംസിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത്. ഇത് നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ച് നിങ്ങൾ ഫോഴ്സിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്നില്ലേ? എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നുള്ള ഇക്വേഷനോട് സിമിലർ ആയിട്ട് റൊട്ടേഷൻ മോഷനിലുള്ള ഇക്വേഷനായിട്ട് കരുതാം. അതായത് ഫോഴ്സിന് പകരം നമ്മൾ റൊട്ടേഷൻ മോഷനിൽ ടോർക്ക് എടുക്കും. എഫ് ഈക്വൽ ടു എം എ, അതിൽ എം മാസ്സാണ്. ആ മാസിന് പകരം റൊട്ടേഷൻ മോഷനിൽ വരുന്ന ക്വാണ്ടിറ്റിയാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ. അതുപോലെ എ എന്ന് പറയുന്നത് ലീനിയർ ആക്സിലറേഷൻ ആണ്. എം എയിൽ എ, അവിടെ എക്ക് പകരം ഇവിടെ എന്താ വരുന്ന ആൽഫ. ആൽഫ എന്ന് പറയുന്ന ആംഗുലർ ആക്സിലറേഷൻ. അപ്പോൾ എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നുള്ള ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ റൊട്ടേഷൻ മോഷനിൽ അതിന് പകരം വരുന്ന ഇക്വേഷൻ എങ്ങനെ എഴുതാം? എഫിന് പകരം ടോ എഴുതുക, എമ്മിന് പകരം ഐ എഴുതുക, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. എ എന്ന് പറയുന്നത് ലീനിയർ ആക്സിലറേഷൻ, അതിന് പകരം ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. So we'll get tau is equal to I into alpha. ഇതാണ് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ആംഗുലർ ആക്സിലറേഷൻ്റെയും ടേംസിലുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്തത് അല്ലേ? ഒന്ന് റൊട്ടേഷൻ മോഷനുള്ള ഓബ്ജക്റ്റിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ. എന്തായിരുന്നു ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അത് നമ്മുടെ ലീനിയർ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ അതിനോട് സിമിലർ ആണ്. ഐക്ക് പകരം എമ്മിന് പകരം ഐയും വിക്ക് പകരം ഒമേഗയും കൊടുക്കുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റത്തിനുള്ള ഇക്വേഷൻ എൽ ഈക്വൽ ടു ഐ ഒമേഗ എന്നുള്ള ഇക്വേഷൻ ചെയ്തു. അതുപോലെ അടുത്ത ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഈ 3 ഇക്വേഷൻസിൻ്റെയും ഡെറിവേഷൻസ് നിങ്ങൾ പഠിക്കണം. അതുപോലെ ഇക്വേഷൻസ് കാണാണ്ട് പഠിക്കണം. ഇനി ഇക്വേഷൻസ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ്. ഇതിലൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 കിലോഗ്രാം ആൻഡ് റേഡിയസ് 0.25 meter
rotates about its axis with an angular speed 100 radian per second. What is the kinetic energy associated with the rotation of the cylinder? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ what is angular momentum of the cylinder about its axis? ഇപ്പം നമുക്ക് കിട്ടിയ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാനൊരു പ്രോബ്ലം ആണെന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. സിലിണ്ടറിൻ്റെ മാസും റേഡിയസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് സിലിണ്ടർ അതിൻ്റെ തന്നെ ആക്സിസിനെ എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുക. എബൌട്ട് ഇറ്റ്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ ആംഗുലർ സ്പീഡ് തന്നിട്ടുമുണ്ട്. കൈനറ്റിക് എനർജിയും ആംഗുലർ മൊമെൻറ്റുമാണ് കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റീസ്. കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇതിൽ ഒമേഗ നമുക്ക് തന്നിട്ടുണ്ട്. ഐ കണ്ടുപിടിക്കണം. ഐ എന്ന് പറയുന്നത് ഈ സോളിഡ് സിലിണ്ടർ അതിൻ്റെ തന്നെ ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷനാണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ ആണ്. ഒരു സോളിഡ് സിലിണ്ടർ അതിൻ്റെ ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ഹാഫ് എം ആർ സ്ക്വയർ എന്നാണ്. സോളിഡ് സിലിണ്ടർ ഈസ് സിമിലർ ടു ഡിസ്ക്. അല്ലെങ്കിൽ സോളിഡ് സിലിണ്ടർ നമ്മൾ പല ഇങ്ങനെ ക്രോസ് സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറേ സിലിണ്ടേഴ്സാണ്. അപ്പോൾ ആ സിലിണ്ടേഴ്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ അതേ ഇക്വേഷൻ തന്നെയാണ് സോളിഡ് സിലിണ്ടറിൻ്റെ അതിൻ്റെ തന്നെ ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷനും. സോ ഇറ്റ് ഈസ് ഹാഫ് എം ആർ സ്ക്വയർ. അപ്പോൾ എം ഇവിടെ ആ സിലിണ്ടറിൻ്റെ മാസും ആർ അതിൻ്റെ റേഡിയസുമാണ്. ആ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫിന് പകരം ഞാനിവിടെ അവസാനം /2 ഇട്ടിട്ടുണ്ട്. എം 20 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.25. അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ 0.25 ഇൻറ്റു 25 ചെയ്യുക. എം ആർ സ്ക്വയർ /2. ഈ ഹാഫാണ് ഈ /2 ആയിട്ടിട്ടിരിക്കുന്നത്. എന്നിട്ട് ആൻസർ കിട്ടും 0.625 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ. ഇനി ഇതിൻ്റെ ആംഗുലർ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 100. ഇനി കൈനറ്റിക് എനർജി കാണുക. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇപ്പോൾ ഈ ഹാഫാണ് ഇവിടെ /2 ഇട്ടിരിക്കുന്നത് കേട്ടോ. ഐയുടെ വാല്യൂ 0.625. ഒമേഗ സ്ക്വയർ 100 ഇൻറ്റു 100/2. ഹാഫിന് പകരം /2 ഇട്ടു. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്യുക. വിൽ ഗെറ്റ് 3125 ജൂൾ. ഇതാണ് ഇതിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ. ഇനി ആംഗുലർ മൊമെൻറ്റവും കൂടി ചോദിച്ചിട്ടുണ്ട്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ L = I ഒമേഗ അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ 0.625 ഇൻറ്റു ഒമേഗ 100. So the answer is 62.5 joule into second. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് വരാം. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. ഇക്വേഷൻസ് ഓർമ്മയില്ലേ പോലും നമ്മൾ ലീനിയർ മോഷനിലെ ഇക്വേഷൻസ് വെച്ചുകൊണ്ട് എഴുതാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ 3 ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസും ഈ പ്രോബ്ലവും പഠിക്കുക. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുക. അടുത്തതായിട്ട് നമുക്ക് ആംഗുലർ മൊമെൻറ്റും ടോർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ ഡെറൈവ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.